everyone, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്നുള്ള ടോപ്പിക്കാണ്. So the first one is physicians, that is the doctors, lead the healthcare team, diagnose and treat medical conditions and direct care plans. So ഫിസീഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ടീമിനെ ലീഡ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ കണ്ടീഷൻസിനെ ഡയഗ്നോസ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നവരാണ് ഫിസീഷ്യൻസ് എന്ന് പറയുന്നത്. സോ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നോക്കുകയാണെങ്കിൽ ഡോക്ടർ ഓഫ് മെഡിസിൻ MD ഉള്ളവരായിരിക്കാം, ട്രെയിൻഡ് ഇൻ ട്രഡീഷണൽ അലോപ്പത്തിക് മെഡിസിൻ ആണ്. ഇനി ഡോക്ടർ ഓഫ് ഓസ്റ്റിയോപ്പതി എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ഹോളിസ്റ്റിക് ആൻഡ് മസ്കുലോസ്കെലിറ്റൽ ഹെൽത്ത് വിത്ത് അഡീഷണൽ ട്രെയിനിങ് ഇൻ ഓസ്റ്റിയോപ്പത്തിക് മാനിപ്പുലേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. നെക്സ്റ്റ് സ്പെഷ്യാലിറ്റീസ് നോക്കുകയാണെങ്കിൽ പ്രൈമറി കെയർ ഫിസിഷ്യൻ PCPs എന്ന് പറയും. ഇൻക്ലൂഡ് ജനറൽ പ്രാക്ടീഷണേഴ്സ്, ഇൻറ്റേർണിസ്റ്റ് ആൻഡ് പീഡിയാട്രീഷ്യൻസ് ഹു പ്രൊവൈഡ് ഫസ്റ്റ് ലൈൻ കെയർ ആൻഡ് ഹെൽത്ത് മെയിൻ്റനൻസ് ആണ്. സോ ഫസ്റ്റ് ലൈൻ കെയർ അല്ലെങ്കിൽ ഹെൽത്ത് മെയിൻ്റനൻസ് ഒക്കെ തരുന്നവരെ നമ്മൾ പ്രൈമറി കെയർ ഫിസിഷ്യൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻ, ദാറ്റ് ഇസ് ഫോക്കസ് ഓൺ സ്പെസിഫിക് മെഡിക്കൽ ഫീൽഡ്സ് ലൈക്ക് കാർഡിയോളജി, ഡെർമറ്റോളജി ഓർ ഓങ്കോളജി. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫീൽഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നവരെ സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻ എന്നാണ് പറയുന്നത്. Third one is the surgeons, perform invasive procedures to treat diseases, injuries or deformities ആണ്. സോ സർജൻസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ്സ് ആണ് മെയിൻലി ചെയ്യുന്നത്, മെയിൻലി പ്രൊസീജിയർ ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഹോസ്പിറ്റൽ ബേസ്ഡ് റോൾസ് ആണ്. നെക്സ്റ്റ് വൺ അറ്റൻഡിങ് ഫിസിഷ്യൻ, സീനിയർ ഡോക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ പേഷ്യൻറ്റ് കെയർ ഇൻ ഹോസ്പിറ്റൽസ് ആണ്. Next one is residents of fellows, physicians in advanced training under the supervision of attending physician ആണ്. സോ റെസിഡൻസ് ഓഫ് ഫെലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യായിരിക്കും എലോങ് വിത്ത് ദർ സ്റ്റഡീസ്. അപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ആൻ അറ്റൻഡിങ് ഫിസിഷ്യൻ ആയിരിക്കും അവർ ഉണ്ടാവുക. ഓക്കെ, അതായത് ഒരു അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് കാറ്റഗറി ഓഫ് പ്രൊഫഷണൽസ് ആണ് ഫിസിഷ്യൻ എക്സ്റ്റെൻഡേഴ്സ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഹു പെർഫോം സം ഓഫ് ദി ഡ്യൂട്ടീസ് ഓഫ് എ ഫിസിഷ്യൻ ആണ്. ഒരു ഫിസിഷ്യൻ്റെ കുറച്ച് ഡ്യൂട്ടീസൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഫിസിഷ്യൻ എക്സ്റ്റെൻഡേഴ്സ് എന്ന് പറയുന്നത്. എക്സാമിൻ, ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യൻസ് ആൻഡ് സം ഓഫ് ദം ക്യാൻ പ്രിസ്ക്രൈബ് മെഡിസിൻസ് ആണ്. അപ്പോൾ ഫിസിഷ്യൻ എക്സ്റ്റെൻഡേഴ്സ് എന്ന് പറയുന്നവർക്ക് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യാനും പറ്റും. അലോങ് വിത്ത് സർട്ടൻ പീപ്പിളിന് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള എബിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ടാവും. സോ വർക്ക് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ ഫിസിഷ്യൻ ഓർ ഡോക്ടറാണ്. അവർ ഒരു ഫിസിഷ്യൻ്റെ അണ്ടറിൽ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റൻസ് ആണ്, നേഴ്സ് പ്രാക്ടീഷണേഴ്സ്, സർട്ടിഫൈഡ് നേഴ്സ് മിഡ്വൈഫ്സ് ആൻഡ് സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സ് അനസ്തസിസ്റ്റ് ഒക്കെയാണ് ഈ ഒരു ഫിസിഷ്യൻ എക്സ്റ്റെൻഡേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. തേർഡ് കാറ്റഗറീസ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. സപ്പോർട്ട് ദ ഫിസിഷ്യൻ ആൻഡ് പെർഫോം സ്പെസിഫിക് സർവീസസ് ഓർഡേർഡ് ബൈ ദ ഫിസിഷ്യൻ ആണ്. ഫിസിഷ്യന് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഫിസിഷ്യൻ ഓർഡർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സർവീസസ് ഒക്കെ ചെയ്യുന്നവരാണ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്. എക്സാമ്പിൾസ് നോക്കിയാൽ രജിസ്റ്റേർഡ് നഴ്സസ്, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ് or licensed vocational nurses ആണ്. നെക്സ്റ്റ് വൺ എക്സാമിൻ പേഷ്യൻസ്, മേക്ക് നഴ്സിംഗ് ഡയഗ്നോസിസ് ആൻഡ് അഡ്മിനിസ്റ്റർ ട്രീറ്റ്മെൻറ്റ്സ് ഓർ മെഡിസിൻസ് ഓർഡേർഡ് ബൈ ദ ഫിസിഷ്യൻ. സോ ഇവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എക്സാമിൻ ചെയ്യുക ഡോക്ടറിൻ്റെ ആബ്സെൻസിൽ, അതായത് മെയിൻ ഫിസിഷ്യൻ്റെ ആബ്സെൻസിൽ ഇവർ എക്സാമിൻ ചെയ്യും പേഷ്യൻറ്റിനെ. അതുപോലെ എന്തെങ്കിലും ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അതുപോലെ ട്രീറ്റ്മെൻറ്റ്സ്, മെഡിസിൻസ് കറക്റ്റ് ടൈമിൽ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. Give hands-on care and focus on the physical and emotional needs of the patient and the family. Other examples are technologist, technician, therapist, dietitian, medical assistants, phlebotomist, dental hygienist and audiologist ഒക്കെ. അപ്പോൾ ന്യൂട്രീഷനിസ്റ്റ്, ഡയറ്റീഷ്യനിസ്റ്റ്, തെറാപ്പിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഫിസിഷ്യൻ്റെ കൂടെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കുറച്ച് സർവീസ് കൂടി അവർ ചെയ്തു കൊടുക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. സോ ടെക്നോളജിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പോൾ റേഡിയോളജിക് ടെക്നോളജിസ്റ്റ് ഉണ്ട്, ലാബ് ടെക്നീഷ്യൻസ് ഉണ്ട്. സോ റേഡിയോളജിക് ടെക്നോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫോമിങ് ഇമേജിംഗ് സ്റ്റഡീസ് ലൈക്ക് എക്സ്റേ, MRI ഒക്കെയാണ്. ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇൻ മെഡിക്കൽ ലബോറട്ടറീസ് ആയിരിക്കും.
ഇനി സ്പെഷ്യലൈസ്ഡ് റോൾസ് നോക്കിയാൽ ഫ്ലീബോട്ടോമിസ്റ്റ് എന്ന് പറയുന്നത് ഡ്രോ ബ്ലഡ് ഫോർ ടെസ്റ്റിംഗ് ഓർ ഡൊണേഷൻ ആണ്. ഡയറ്റീഷ്യൻ ഓർ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ഡയറ്ററി പ്ലാൻസ് ടു മാനേജ് ഹെൽത്ത് കണ്ടീഷൻസ്. ഓഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ആൻഡ് ട്രീറ്റ് ഹിയറിംഗ് ആൻഡ് ബാലൻസ് ഡിസോർഡേഴ്സ്. മെഡിക്കൽ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ടാസ്ക് ഇൻ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ സിറ്റിംഗ്സ്. ഫോർത്ത് കാറ്റഗറീസ് കൊളാബറേറ്റീവ് കെയർ അപ്രോച്ച് ആണ്. അതിൽ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ദാറ്റ് ആർ ഇന്റർ ഡിസിപ്ലിനറി ടീംസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വർക്ക് കൊളാബറേറ്റീവ്ലി ടു പ്രൊവൈഡ് പേഷ്യൻറ്റ് സെൻറ്റേർഡ് കെയർ ആണ്. ഒരു പേഷ്യൻറ്റിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കെയർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ടു ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ പ്രൊഫഷണൽസ് ആയിരിക്കും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത്, ഇമോഷണൽ വെൽബീയിങ് ആൻഡ് പ്രിവെൻറ്റീവ് കെയർ ആൻഡ് ക്രോണിക് ഡിസീസ് മാനേജ്മെൻറ്റ് ഒക്കെയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് കെയർ ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ടെക്നോളജി ഇൻ്റഗ്രേഷൻ ആണ്. അലൈഡ് ഹെൽത്ത് professionals often specialize in using advanced medical technologies to improve diagnosis, treatment and rehabilitation ആണ് പറയുന്നത്. സോ അലൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഹെൽത്ത് കെയർ സ്പെഷ്യലൈസ് ചെയ്ത് മെഡിക്കൽ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്ത് ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും റീഹാബിലിറ്റേഷനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതൊക്കെയാണ് ടെക്നോളജി ഇൻ്റഗ്രേഷനിൽ വരുന്നത്. സോ ഫിഫ്ത്ത് വണ്ണായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എമേർജിങ് ട്രെൻഡ്സ് ഇൻ ഹെൽത്ത് കെയർ റോൾസ് ആണ്. അതായത് ഇപ്പോൾ ന്യൂലി എമേർജ് ചെയ്ത് വരുന്ന ഹെൽത്ത് കെയർ റോൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ടെലിമെഡിസിൻ പ്രൊവൈഡേഴ്സ് ഡെലിവർ കെയർ വയ റിമോട്ട് പ്ലാറ്റ്ഫോംസ് റിക്വയറിംഗ് അഡാപ്റ്റേഷൻ അക്രോസ് ഓൾ പ്രൊഫഷണൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ ടെലിമെഡിസിൻ പ്രൊവൈഡേഴ്സ് എന്നുള്ളതൊക്കെ ഒരു എമേർജിങ് ന്യൂ ട്രെൻഡായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ റോൾസ് ആണ്. സോ അവർ റിമോട്ട് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് കെയർ ഡെലിവർ ചെയ്യുന്നു. അതുപോലെ ഓൾ പ്രൊഫഷണൽ ഗ്രൂപ്പ്സിലും ഇതിൻ്റെ ഒരു അഡാപ്റ്റേഷനൊക്കെ കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് സ്പെഷ്യലിസ്റ്റ് ആണ്. മാനേജ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആൻഡ് അനലൈസ് പേഷ്യൻ്റ് ഡേറ്റ ഫോർ ഇംപ്രൂവ്ഡ് ഔട്ട്കംസ് ആണ്. സോ ഇവർ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സൊക്കെ മാനേജ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ ഡേറ്റാസ് എല്ലാം അനലൈസ് ചെയ്ത് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഔട്ട്കംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പേഷ്യൻ്റ് നാവിഗേറ്റേഴ്സ് ആണ്. ഗൈഡ് പേഷ്യൻസ് ത്രൂ കോംപ്ലക്സ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ടു എൻഷുർ ടൈംലി ആൻഡ് അപ്രോപ്രിയേറ്റ് കെയർ ആണ്. സോ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പേഷ്യൻസിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ അവരെ പ്രോപ്പറായിട്ട് ടൈംലി അപ്രോപ്രിയേറ്റ് കെയർ ഒക്കെ കൊടുത്ത് അതൊക്കെ മാനേജ് ചെയ്യുന്നവരാണ് പേഷ്യൻ്റ് നാവിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ദ കമ്പൈൻഡ് എക്സ്പെർട്ടൈസ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ദീസ് പ്രൊഫഷണൽസ് എൻഷുർ കോംപ്രിഹെൻസീവ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറിയാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 പോയിൻറ്റ്സിലുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരുമ്പോഴാണ് നമുക്കൊരു കോംപ്രിഹെൻസീവ് ഒരു കംപ്ലീറ്റ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി പോസിബിൾ ആവുന്നുള്ളൂ. So hope the video is helpful. Thank you for watching.